ഹലോ ഗൈസ്, 2 ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ എണീറ്റപ്പോഴാണെങ്കിൽ നല്ലൊരു കാലാവസ്ഥ, മഴ പെയ്ത് തോർന്നിരിക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ആ കാലാവസ്ഥ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചത്. ചപ്പാത്തി ആയിരുന്നു കേട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. നല്ല തേങ്ങ അരച്ച ചെമ്മീൻ കറി ഉണ്ടായിരുന്നു. ചെമ്മീൻ കറി ആണെങ്കിൽ നമ്മുടെ മുരിങ്ങക്കായ, ചക്കക്കുരു, മാങ്ങ ഇതെല്ലാം കൂടെ ഇട്ട് വെച്ച ചെമ്മീൻ കറിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏട്ടൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ടാക്കാറേ ഇല്ല. പക്ഷെ എൻ്റെ വീട്ടിൽ അധിക ദിവസം ചപ്പാത്തി ആയിരിക്കും. ആ കറിയുടെ ടേസ്റ്റ് കൊണ്ട് ഇന്ന് ഞാൻ 12 മണി ആവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ലഞ്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ കറിയും നല്ല കോര പൊരിച്ചതും ഉണ്ടായിരുന്നു. കോര പൊരിച്ചതിലാണെങ്കിൽ കുരുമുളകിൻ്റെയും കറിവേപ്പിലേൻ്റെയും ടേസ്റ്റ് കയറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ ടേസ്റ്റ്. അങ്ങനെ ലഞ്ചൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ച് തീരുമ്പോഴേക്ക് ഒടുക്കത്തെ ചക്കയുടെ മണം. നോക്കുന്ന സമയത്ത് അമ്മ ചക്ക നന്നാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് പഴഞ്ചക്കയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. എനിക്ക് ഈ ടൈപ്പ് ചക്ക ഇഷ്ടമല്ല. മഴ പെയ്ത് തോർന്ന് വെയിലായിട്ട് വരുന്നുണ്ട്. വെയിൽ കണ്ട പാടെ അമ്മ തുണികളൊക്കെ അയലിൽ വിരിച്ചിട്ടുണ്ട്. സമയം ഒരു 2 മണിക്കായപ്പോഴാണെങ്കിലും ഒടുക്കത്തെ വിശപ്പ്. കാരണം 12 മണിക്കാണ് ഫുഡ് കഴിച്ചത്. അതും ഫ്രൈഡ് റൈസ് കഴിക്കാനുള്ള വിശപ്പ്. ഞാനത് മനസ്സ് കണ്ടപ്പം ഒരാളത് മാനത്ത് കണ്ട് ഫ്രൈഡ് റൈസ് ആയിട്ട് വന്നിട്ടുണ്ടേ. ആരാണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ഫ്രൈഡ് റൈസ് കിട്ടിയ കൊന്തളിപ്പാണ് കേട്ടോ എൻ്റെ മുഖത്ത്. വേറെ ആര്, ഏട്ടനാണ് കേട്ടോ ഫ്രൈഡ് റൈസ് കൊണ്ടുവന്നത്. കൂടെ നമ്മുടെ ആരുട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവരും ഇതാണ് കേട്ടോ കഴിച്ചത്. ഇത് നേരത്തെ കൊണ്ടുവരുന്ന അറിയായിരുന്നെങ്കിൽ 12 മണിക്ക് കഴിച്ച ആ ഒരു ചോറ് ഞാൻ സ്കിപ്പ് ചെയ്യായിരുന്നു. ഫ്രൈഡ് റൈസ് കഴിക്കാൻ ആഗ്രഹിച്ചു കൊതിച്ചു എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. കൊണ്ടുവന്നപ്പം കഴിച്ചതേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് വേറെ സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൽ ചിക്കനും വെജീസും അതുപോലെ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ ടേസ്റ്റ്. അപ്പോൾ ടാറ്റാ.